കോട്ടയത്ത് നിന്ന് സനോജ് ചേരുകയാണ്. സനോജ്, ആഗോള അയ്യപ്പ സംഗമം അതിനെ പൂർണ്ണമായും NSS പിന്തുണച്ചിരുന്നു. ഇപ്പോൾ സംഗമം കഴിഞ്ഞതിന് ശേഷം അതിനെ NSS ജനറൽ സെക്രട്ടറി വിലയിരുത്തിയ ശേഷമാണ് സനോജിനോട് വിശദമായി സംസാരിക്കുന്നത്. വളരെ കൃത്യമായി ശബരിമലയെ സംബന്ധിച്ച് ഉള്ള കാഴ്ചപ്പാട് NSS നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ശബരിമല സമരത്തിൻ്റെ സമയത്ത് വലിയ വെളിച്ചപ്പാടിൻ്റെ റോളെടുത്ത കോൺഗ്രസും BJPയും അന്ന് അതൊരു രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിച്ചു എന്നല്ലാതെ പിന്നീട് എന്ത് ചെയ്തു എന്ന ചോദ്യമാണ് G. സുകുമാരൻ നായർ ചോദിക്കുന്നത്. മുരളീധരൻ, അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന മുരളീധരൻ പറഞ്ഞിരുന്നു നിയമനിർമ്മാണം നടത്തും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ. അതൊക്കെ അവിടെ അന്ന് പറഞ്ഞെടുത്ത് കളഞ്ഞിട്ട് പോയതാണ് മുരളീധരൻ, BJP. അത് ഇപ്പോൾ NSSന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇടതുപക്ഷത്തിൻ്റെ നിലപാടിനെ അദ്ദേഹം പൂർണ്ണമായും അംഗീകരിക്കുകയാണ്. സനോജ്, ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്താണോ ലക്ഷ്യമിട്ടത് അത് വിജയിച്ചു എന്നുള്ളതാണ് NSSൻ്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. ഇതിനെ സംബന്ധിച്ച് NSSന് കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. ഇനിയും നേരം വെളുക്കാത്തവരാണ് BJPയും കോൺഗ്രസും എന്നുള്ളതാണ് സുകുമാരൻ നായരുടെ നിലപാടിലൂടെ പുറത്തു വരുന്നത്. എന്തായാലും ആഗോള അയ്യപ്പ സംഗമം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കപ്പെടുമ്പോൾ അത് ശബരിമലയുടെ സമഗ്ര വികസനത്തിന് വഴി തുറക്കുമെന്നും അതിനുവേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ചിട്ടുണ്ട് എന്നും സംസ്ഥാന സർക്കാരിൽ തങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ് എന്നും സർക്കാരിനെ കൊണ്ട് മാത്രമേ ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുകയുള്ളൂ എന്നുകൂടിയാണ് സുകുമാരൻ നായർ പറഞ്ഞു വയ്ക്കുന്നത്. ഇത് പറയുമ്പോൾ തന്നെ ഈ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ കോടതി വിധി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി ഇപ്പോഴും സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ നടപടികൾ സ്വീകരിക്കാം. പക്ഷേ സർക്കാർ വിശ്വാസികളുടെ വികാരം മാനിച്ചുകൊണ്ട് അത്തരം തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോവുകയും ആ വിശ്വാസികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. എന്നാൽ ആദ്യഘട്ടത്തിൽ ഇതിനോട് മുഖം തിരിച്ചു നിന്നിരുന്ന BJPയും കോൺഗ്രസും NSS നാമജപ ഘോഷയാത്രയുമായി രംഗത്ത് വരുമ്പോഴാണ് ഇതിന് ഒപ്പം ചേരുന്ന സാഹചര്യമുണ്ടായത്. എന്നാൽ പിന്നീട് അവർ അന്ന് ഒപ്പം കൂടിയതൊഴിച്ചാൽ പിന്നീട് വിശ്വാസികളെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള യാതൊരു സമീപനവും BJPയുടെയും കോൺഗ്രസിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അവർ പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. NSS ആണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി സമീപിക്കുന്നത്. അന്ന് നിയമനിർമ്മാണം ഉൾപ്പെടെ നടത്തി ശബരിമലയെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ കേന്ദ്രമന്ത്രി മുരളീധരനെ പിന്നീട് കാണാൻ കൂടി കഴിഞ്ഞിട്ടില്ല എന്നും സുകുമാരൻ നായർ വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സംഘപരിവാർ നിലപാടുകളെ അദ്ദേഹം പൂർണ്ണമായും തള്ളുകയാണ്. കഴിഞ്ഞ ദിവസം അയ്യപ്പ സംരക്ഷണ സംഗമം എന്ന നിലയിൽ പന്തളത്ത് സംഘടിപ്പിക്കപ്പെട്ട സംഘപരിവാർ യോഗത്തിൽ വിദ്വേഷം നിറഞ്ഞ വർഗീയ പരാമർശങ്ങളാണ് നടത്തിയത്. പ്രത്യേകിച്ച് ബാബര് ഹിന്ദു പുരാണപ്രകാരം ഒരു ആളല്ല എന്നും ബാബര് ഒരു മുസ്ലിം തീവ്രവാദിയാണ് എന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് അവിടെ പങ്കെടുത്ത മഹർഷി എന്ന പേരിൽ അറിയപ്പെടുന്ന ചില ആളുകൾ നടത്തിയത്. പക്ഷേ ആ പ്രസ്താവനയെ NSS പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. NSS പറയുന്നത് ബാബര് ദൈവതുല്യനാണ്, അയ്യപ്പൻ്റെ വഴികാട്ടിയാണ്. അങ്ങനെയാണ് വിശ്വാസ പ്രമാണങ്ങൾ പ്രകാരം അയ്യപ്പ വിശ്വാസികൾ ധരിച്ചു പോരുന്നത്. അതുകൊണ്ട് തന്നെ ബാബരെ ദൈവതുല്യമാണ് എന്നും സംഘപരിവാറിൻ്റെ അത്തരത്തിലുള്ള പ്രസ്താവനയോട് NSSന് യോജിപ്പില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുമ്പോൾ കേരളത്തിൻ്റെ മതസൗഹാർദ്ദം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിലപാട് കൂടി NSS സ്വീകരിക്കുന്നു എന്നത് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. കാലാകാലങ്ങളായി പലപ്പോഴും സംഘപരിവാർ കേന്ദ്രങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മാത്രമല്ല, ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ഫണ്ട് മുഴുവൻ സംസ്ഥാന സർക്കാർ അടിച്ചുകൊണ്ടു പോവുകയാണ് എന്ന തരത്തിൽ വ്യാപകമായ പ്രചരണങ്ങൾ സംഘടിപ്പിക്കുന്നു. തമിഴ്നാട്ടിൽ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ അവിടുത്തെ വിശ്വാസികൾക്കിടയിൽ ഈ ശബരിമലയിൽ നേർച്ച വഴിപാടുകൾ നടത്താൻ പാടില്ല എന്നും സർക്കാർ ഈ പണം കൊണ്ടുപോവുകയാണ് എന്ന തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ നടത്തുമ്പോൾ NSSന് ആ നിലപാടിനോടും യോജിപ്പില്ല എന്നതാണ് സുകുമാരൻ നായർ പറഞ്ഞു വയ്ക്കുന്നത്.